ഹലോ മച്ചന്മാരി, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു പുതിയ ടോപ്പിക്കായിട്ടാണ് വന്നേക്കുന്നത്. എല്ലാ ദിവസത്തെയും പോലെ ക്രാഫ്റ്റും സംഭവങ്ങളൊന്നുമല്ല. ഇന്ന് നമ്മളൊരു ഫ്രീ ഫയർ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. നമ്മുടെ ചാനലിൽ ഫസ്റ്റ് ടൈമാണ് ചെയ്യണത്. ബട്ട് ഞാനിത് പണ്ട് മുതലേ കളിച്ച് വളർന്ന ഒരു ഗെയിമാണ് ഫ്രീ ഫയർ. ബട്ട് ഞാൻ എന്നാൽ അത്രയും പ്രോയൊന്നും അല്ല ഫ്രീ ഫയറിൽ. എന്നാലും എനിക്ക് പറ്റാവുന്ന അത്രയും നമ്മൾ ചെയ്യാം. എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, നമ്മുടെ ഫ്രീ ഫയർ ഇന്ത്യ പ്ലേ സ്റ്റോറിൽ ഇപ്പോൾ അവൈലബിൾ അല്ല. അപ്പോൾ ഇപ്പോൾ പുതിയൊരു ഇതെന്ന് പറയണത് ഫ്രീ ഫയർ മാക്സ് ഇൻറ്റു നെറൂട്ടോ ആണ്. നെറൂട്ടോയുടെ ടീമിലുള്ളൊരു ഫ്രീ ഫയർ ആണ് ഇപ്പോൾ വന്നേക്കണത്. അപ്പോൾ നമുക്ക് ഏത് ഫ്രീ ഫയർ ആയാലും മതിയല്ലോ. അപ്പോൾ നമ്മൾ ഒരു ഫ്രീ ഫയർ എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ടാബിന് ഇങ്ങനെ 2 പ്രാവശ്യം ഞെക്കി കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ സൂം ആവുന്ന പ്രശ്നമുണ്ട്. അതാണ് ഏറ്റവും പ്രശ്നം ഗൈസ്. പക്ഷെ മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ കണ്ടിട്ടുണ്ടാവല്ലോ, ഒരു ചെങ്ങായി നമ്മളെ വന്ന് കൊല്ലാനൊക്കെ നോക്കി, പക്ഷെ തിരിച്ച് നല്ലത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു എന്താ പറയുക, എനർജി പോലെ കിട്ടുന്ന ഒരു സംഭവത്തിന് കയറി നിന്നു. ഞാൻ എന്താണ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ചുറ്റും വല്ല എനിമീസ് നിൽക്കുന്നുണ്ടോയെന്ന് അറിയാനാണ്. പിന്നെയാണ് ഒരുത്തനാണ് ഇങ്ങനെ വെടിവെച്ചുകൊണ്ടിരിക്കുന്നത് ഗൈസ്. കണ്ട് മനസ്സിലായി. ഇപ്പോൾ കണ്ട ഒരു സൂമായത്. അപ്പോൾ അവന് ഞാൻ കൊന്ന് 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 ചെയ്യുന്നുണ്ട്. പക്ഷെ എൻ്റെ കയ്യിൽ നിന്ന് അങ്ങോട്ട് ഒഴുകി പോവാണ്. കുഴപ്പമില്ല, കുറച്ചതിന് പിടിക്കാം, ടൈം ഉണ്ടല്ല. നമ്മൾ ഈ ഒരു ഗെയിമിൽ പറയണില്ല, ടിസ്റ്റ് ആയിക്കോട്ടെ ഗൈസ്. അപ്പോൾ നമ്മൾ ഒരുത്തിനെ ഇടിക്കാൻ പോകുമ്പോഴേക്കും അവൻ പോവുകയാണ് കേട്ടോ. കയ്യിൽ കിട്ടണില്ല. ടാബിനാണെങ്കിൽ 2 പ്രാവശ്യം സൂം ചെയ്യും, 2 പ്രാവശ്യം ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ സൂം ആയി പോണു ഗൈസ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ അടുത്ത കളിയിൽ അത് മാറ്റിയിട്ട് വന്ന് കളിക്കുള്ളൂ ഗൈസ്. അപ്പം പിന്നെ ഈ ഒരു പെണ്ണാണ്, ആ പെണ്ണിനെ അടിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് കൊല്ലണം ഗൈസ്. അതാണ് എൻ്റെ ടാർഗറ്റ്. പെണ്ണിൻ്റെ പിന്നാലെ പോണ നേരത്താണ് കുറേ എക്യുപ്മെൻറ്റ്സ് സെറ്റ് ചെയ്തിട്ടാണ്. നമ്മൾ അതൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു എന്താ പറയുക, വിഷ് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു AK-47 ഗണ്ണാണ് കേട്ടോ. മിക്കവാറും പറ്റണം, നമ്മൾ ട്രൈ ചെയ്യാം ഗൈസ്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ കുറേ ഓടി ചുറ്റും നോക്കുന്നുണ്ട്. വല്ലവനും ഒന്ന് നമ്മളെ കൊല്ലാൻ വന്നാലോ, അതുകൊണ്ട് നമുക്ക് ബാക്കിലേക്ക് തിരിഞ്ഞൊന്ന് കൊടുക്കണ്ടേ. അപ്പോൾ എന്തായാലും തിരിഞ്ഞൊക്കെ നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറേ എക്യുപ്മെൻറ്റ്സ് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡോർ സൈഡാണ് നോക്കിയത്. അപ്പോൾ നോക്കുമ്പോൾ കുറേ എക്യുപ്മെൻറ്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത നോക്കാം. ഓരോ റൂമിൻ്റെ ഉള്ളിലും പല ആളുണ്ടാവും. നമ്മുടെ സേഫ് സോൺ ഇപ്പോൾ ശ്രിങ്കിങ് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ നമ്മുടെ സേഫ് സോൺ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് നമ്മുടെ അക്കാട്സുക്കി വരെയാണ് കേട്ടോ. ഇച്ചിരി കൂടെ കെയർഫുൾ ആവണം എന്നായിരിക്കും അവർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ പോവാണ്. ഈ ഡേഞ്ചറിൻ്റെ പെട്ടി എന്താണെന്ന് പലർക്കും അറിയാമായിരിക്കും അല്ലേ. ഫ്രീ ഫയർ കളിക്കുന്ന എല്ലാവർക്കും അറിയാം. ഡേഞ്ചറിൻ്റെ പെട്ടി എന്ന് പറഞ്ഞാൽ അവിടെ ഓരോരുത്തരെ കൊന്നിട്ടേക്കുന്ന ഒരു പെട്ടികളാണ്. ശവപ്പെട്ടി പോലെയാണ് കേട്ടോ. നമ്മൾ പോയി ഒരുത്തനെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഗൈസ്. കുറേ പോയി എനിക്ക് ആരെങ്കിലും കിട്ടണമായിരുന്നു. കാരണം നേരത്തെ എൻ്റെ കയ്യിൽ നിന്ന് പോയ ഒരുത്തണ്ടല്ലോ, അവൻ എനിക്ക് പിടിക്കണം. ആ ഒരു ചിന്തയിലാണ് ഞാൻ ഓടിയത്. അപ്പം ഞാൻ അവസാനം ഒരാളെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അവനെ ഞാൻ നോക്കി വെടിവെച്ച് ഗൈസ്. നല്ലോണം കൊടുത്ത്. പക്ഷേ അവൻ നമ്മളുടെ നിന്ന് ഒഴുകിപ്പോവാൻ നോക്കി. പക്ഷെ അവനക്ക് ഓട്ടമില്ല ഗൈസ്. അവൻ്റെ പിന്നാലെ പോയി നമ്മൾ കൊന്ന്. നമ്മളാരാ മക്കള്. അപ്പോൾ നമ്മൾ അവനെ കൊന്നിട്ടുണ്ട്. നമുക്കൊരു ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ അവനെ കൊന്ന് അതിൻ്റെ ഒരു സന്തോഷത്തിൽ ഞാൻ അടുത്ത ആളെ കൊല്ലാൻ പോകുമ്പോഴാണ് അത് നടന്നത് ഗൈസ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. അടുത്തവനെ ഞാൻ കൊല്ലാൻ വേണ്ടി പോകുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ ഒരു അട്ടാസുക്കി എന്ന് പറഞ്ഞ ഒരുത്തന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവൻ നമ്മളെ കൊന്ന് ഗൈസ്. പറയാൻ പറ്റില്ല, എന്ത് ചെയ്യാൻ. അടുത്ത കളി നമുക്ക് പിടിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ അവനെ ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. 2 ആൾക്കാരെങ്കിലും മിനിമം കൊല്ലണം എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ രണ്ടാമത്തവനെ അവിടെ ഒരു പർപ്പിൾ സാധനം കാണില്ലേ, യെസ്, അവനാണ് എൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞ് ഉള്ളിലേക്ക് പോയതാണ്. പക്ഷേ അവനെ കിട്ടിയില്ല ഗൈസ്. അവൻ നമ്മളെ കൊന്നു. നമ്മുടെ കളി കയ്യിൽ നിന്ന് പോയി ഗൈസ്. പേടിക്കണ്ട, നമുക്ക് അടുത്ത റൗണ്ട് 2ൽ പിടിക്കാം. അപ്പോൾ എല്ലാവർക്കും ബൈ. സബ്സ്ക്രൈബ് ചെയ്യാനോട്ടും മറക്കരുത്. അടുത്ത കളിയിൽ പിടിക്കുക ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ബൈ.